അക്ഷയ കാർഡ് വ്യക്തിപരമായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം ധാരാളം സ്ത്രീ വോട്ടർമാരുള്ള അവർ കീ വോട്ടേഴ്സായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. മാത്രമല്ല 1500 രൂപയുടെ ഒരു കാർഡ് അവർക്ക് ഓരോ മാസവും കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലവിലെ ജീവിതം അത് കൂടുതൽ മെച്ചപ്പെടും. പ്രത്യേകിച്ചും എല്ലാ മേഖലകളിലും വിലക്കയറ്റമാണ്. ആ ഒരു പരസ്യത്തിൽ കാണിച്ചതുപോലെ അങ്ങനെ ഒരു കാര്യം നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീഹാറിലൊക്കെ കണ്ടതുപോലെ ആളുകളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്ന ഒരു പ്രഖ്യാപനമായി അത് മാറില്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഭാഗ്യവശാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വലിയ അധികാരത്തിലിരിക്കുന്ന, അതായത് ഭരണകൂടത്തെ നയിക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രകടന പത്രിക ഇറക്കുന്ന സമയത്ത് തന്നെ അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളാനും അവരുടെ ചില ചിന്താഗതികൾ അതെങ്ങനെ അവരുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല നയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, പരിശോധിക്കുക, അതെങ്ങനെ നമുക്ക് കേരളത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക എന്നതോടൊപ്പം തന്നെ അവരെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഒരു ടെക്സ്റ്റൈൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ പാർക്കിൻ്റെ പദ്ധതിയുണ്ട്. അത് 1000 കോടി രൂപ ഒരു സ്റ്റേറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന, അതിനനുസൃതമായിട്ടുള്ള ഭൂമി അതിനുവേണ്ടി കണ്ടെത്താൻ സാധിക്കുന്ന, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പായിട്ട് പോലും ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇത് തീർച്ചയായിട്ടും പാലക്കാടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു വിദഗ്ധ സമിതിയുണ്ട് ഡൽഹിയിൽ, അവരുടെ ഒരു വരവുണ്ട്. അവർ അടുത്ത ആഴ്ച നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി വരും. നമ്മളൊരു കാര്യം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന സമയത്ത് അത് കൃത്യതയോട് കൂടിയിട്ടായിരിക്കണം എന്നുള്ള നിർബന്ധം തീർച്ചയായിട്ടും എനിക്കുണ്ട്. കാരണം അല്ലെങ്കിൽ നാളെ മാധ്യമപ്രവർത്തകർ വരെ വിരൽ ചൂണ്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നും